അല്പബുദ്ധിയെ എന്ന് പറഞ്ഞാൽ നിനക്ക് വിവരം ഉണ്ടാകണമെങ്കിൽ വേദപുസ്തകം വായിച്ചാൽ മതി. സ്തോത്രം. ജീവൻ പോയാ വായിക്കുകയല്ല, അതിനെ മുഴുവൻ വിവരം ഇടുക. സ്കൂളിൽ പഠിക്കാനൊത്തില്ല, അല്ലെ ഉഴപ്പി, അല്ലെ അന്നൊത്തില്ല. ഇനിയിപ്പം ഭാരപ്പെട്ടിട്ട് കാര്യം, ഇനിയിപ്പം ചെയ്യേണ്ട മാർഗം വേദപുസ്തകം വായിച്ചോണം. വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ഇത് മുഴുവൻ ഹൃദയസ്ഥമാക്കിയാൽ നിന്നെ വെല്ലാൻ ഒരുത്തനും കാണുകയാണ്. ഇത് അല്പബുദ്ധിയോട് വായിച്ച ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അതുകൊണ്ട് ജ്ഞാനമുണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം വേദപുസ്തകം വായിച്ചു പഠിക്കുക. സ്തോത്രം. അവസരം കിട്ടുമ്പോഴെല്ലാം വേദപുസ്തകം വായിച്ചോണം. അതിന് നേരമില്ലല്ലോ പലർക്കും. അവസരം കിട്ടുമ്പോഴെല്ലാം മൊബൈലിൽ പണിഞ്ഞ. സ്തോത്രം. അവസരം കിട്ടുമ്പോഴെല്ലാം നല്ല കാര്യമാണെന്നേ കുഴപ്പമില്ല. കാണുന്നത് മുഴുവൻ കൊന്തറാക്കൊള്ളിയ സിനിമയുടെ സംസാരിക്കുമ്പോൾ സിനിമയുടെ ഡയലോഗല്ലേ പറയുന്നത്. ഞാൻ ചിലരെയൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പൊട്ട കളിച്ചിരിക്കും അറിയാത്ത രൂപത്തില്. നിന്റെ അകത്ത് മുഴുവൻ ഇരിക്കുന്ന ഇതാണ്. പിന്നെ ഈ ഞായറാഴ്ച മാത്രം വരുമ്പോ നീയെ കിടന്നിങ്ങനെ കൊട്ടപ്പാളക്കകത്ത് വള്ളത്തിയെ പിടിച്ചിട്ട് പോലെ കുട്ടനാട്ടുകാരൻ കളിക്കാം. മുടിച്ച പാലായിട്ട് വള്ളത്തിയെ പിടിച്ചിട്ടാണ്. ഞായറാഴ്ച വന്ന് കിടുകിട അടിച്ചിട്ടൊന്നും കാര്യമില്ല. നീ വണ്ടിയിലിരിക്കുമ്പോഴും മടി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും നിന്റെ അകത്തിൽ നിന്ന് വരുന്നത് ന്യായപ്രമാണമാണ്. ചിലരെ പറ്റി എന്നോട് ചിലര് പറഞ്ഞിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയത്തില്ല, സ്ഥലമൊന്നും പറയത്തില്ല. വണ്ടിയിലൊക്കെ പോകുമ്പം വണ്ടിക്കകത്തിരുന്ന് പാസ്റ്ററുള്ളപ്പോ പാസ്റ്റർ വണ്ടിക്കകത്തുള്ളപ്പോ മിണ്ടുന്നില്ലല്ലോ. പാസ്റ്ററെ പേടിച്ചല്ല ജീവിക്കണ്ട, നീ ദൈവത്തെ ഭയപ്പെടണം. സംസാരവും ഞാൻ വരുന്നുണ്ട്, അടുത്ത വാക്യത്തിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. മറ്റുള്ളവരെ കാണിക്കാനല്ല. കഴിഞ്ഞ വർഷം സങ്കീർത്തനത്തിൽ വായിച്ചു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞായറാഴ്ച 3 മണിക്കൂർ മാത്രമല്ല, ദൈവം തമ്പുരാൻ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വത്രം. നീ വീട്ടിലിരിക്കുമ്പോഴും ദൈവം നിന്റെ മുന്നിലുണ്ട്. നീ ചന്തയിൽ പോകുമ്പോഴും ദൈവം നിന്റെ മുൻപിലുണ്ട്. നീ വഴി നടക്കുമ്പോഴും ദൈവം നിന്റെ, നമ്മൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. ദൈവം തമ്പുരാൻ ഉള്ള മന്ത്രാക്കൊള്ളി എല്ലാം ഒപ്പിച്ചിട്ട് ഞായറാഴ്ച വന്നിട്ട് കർത്താവിയെ കഴുകണമേ ശുദ്ധീകരിക്കുക. കർത്താവ് ഒരു ബക്കറ്റ് രക്തവുമായിട്ട് വന്നിരിക്കുക, ഇരുന്ന് കഴുകുക. പേരുകാരൻ അടിക്കുന്നത് പോലെ ഒരു കാര്യം പറയാം, നമ്മുടെ ഹൃദയത്തിനകത്ത് തിരുവചനമായിരിക്കണം. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാകുന്ന വചനമാ. ദൈവത്തിന് സംസാരം കേൾക്കുമ്പോൾ അറിയാം ആത്മീയനാണോ ഇല്ലയോ എന്ന്. അല്ല, മറുഭാഷ കാട്ടാണ്ടിൽ നിന്ന് പിടികിട്ടില്ല. കള്ളനും മറുഭാഷ പറഞ്ഞില്ലേ? മറുഭാഷ കാട്ടുണ്ടെന്നോ ആത്മീയരാന്ന് പറഞ്ഞാൽ ഓർക്കത്തില്ല. വെള്ളവസ്ത്രം മാത്രം ധരിച്ചോണ്ടിരുന്നാണെന്ന് ആത്മീയരാണ്. കള്ള വെള്ള തുണിയാണ് കൊടുക്കുന്നത്. ഏത് കള്ളയാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിലൊന്നും പറയണ്ട. കള്ളയും വെള്ള തുണിയാണ്. 5 മീറ്റർ വെള്ള തുണി മേടിച്ചാലൊന്നും ആത്മീയരാകുകയല്ല. സ്തോത്രം. വലിയ അക്ഷരമുള്ള ബൈബിളുമായിട്ടാണ് ഇറങ്ങിയത്. വലിയ അക്ഷരം. പിന്നെ ഉള്ളിരിക്കുന്ന ബൈബിൾ വലിയ ബൈബിളാ. ആത്മീയരാകത്തില്ല. നമ്മുടെ അകത്തിൽ നിന്ന് വരുന്ന കേൾക്കുമ്പോൾ അറിയാൻ ആത്മീയനാണെന്നോ ഇല്ലയോ ആണ്. അത് ഞായറാഴ്ച മാത്രം കേട്ടോണ്ട് വിധിക്കരുത്. 3 മണിക്കൂറത്തെ ശബ്ദം കേട്ടോണ്ട്, സംസാരം കേട്ടോണ്ട് ആത്മീയരാന്ന് വിധിക്കരുത്. 21 മണിക്കൂർ എന്നാന്ന് ചിന്തിക്കണം. ബാക്കി 21 മണിക്കൂർ അകത്തേ തന്നെ വരുന്നത്. അതാ ആത്മീയനാന്ന് അറിയുന്നത്. മിണ്ടുന്നില്ലല്ലേ? ഉണർവെല്ലാം പോയത് ഇളകണ്ട ചുമ്മാ ഇരുന്നാ മതി. ചുമ്മാ എന്തിനാ കിടന്ന് ഇളകുന്നത്? അവസാനം കിടന്ന് ഓരോന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നാളെ രാവിലെ കാണിച്ചു തരാം, ഞങ്ങൾ ഒരെണ്ണം വരത്തില്ല, ഇന്ന് രാവിലെ എല്ലാവരോടും വിളിച്ചു പറയാം, അയാൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളും. ആരും സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. നമ്മുടെ വായിലെ വാക്ക് കേൾക്കുമ്പോൾ അറിയാം ആത്മീയമാണോ അല്ലയോ എന്നറിയാം. അല്ലാതെ ഞായറാഴ്ച ഒന്ന് മറുഭാഷ കേട്ടാലൊന്നും ഇരിക്കരുത്. നല്ല കോള് കൊള്ളിച്ച് പ്രാർത്ഥന. എന്തോ പ്രാർത്ഥനയാ ഒന്നും കേട്ടല്ല. അകത്തിന്ന് വരുന്നത് കേൾക്കുമ്പോൾ അറിയാം അകത്ത് എന്നതാണ്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. അകത്തിന്ന് വരുന്ന കേൾക്കുമ്പോൾ അറിയാം. ഞാൻ അങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കും. അല്ലാതെ മറുഭാഷ കേട്ടോണ്ടൊന്നുമല്ല, കയ്യടി കണ്ടോണ്ടൊന്നുമല്ല.
അല്ലുരിയാതെ ശബ്ദം കേട്ടോണ്ടെന്നുമല്ല, ഉച്ചസ്ഥായി പാടുക. എന്തോ പാട്ടാ! നമ്മളവരുടെ ഒപ്പമൊന്നും പിടിക്കുകയല്ല. അങ്ങനൊന്നും അല്ല ആത്മീയരാന്നറിയുന്നത്. എന്തോ ഞങ്ങൾ നോക്കി ഒന്ന് പിടിക്കാൻ, അവസാനം ഞങ്ങൾക്ക് ശ്വാസം മറ്റുള്ളവരുടെ ജാതം പൊട്ടിക്കുന്നതാണോ ആത്മീയം? 99 കിടന്ന് ശ്വാസം പൊട്ടുക, 2 പേര് മാത്രം വരുന്നു. എന്നാ നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? പൊട്ടം കളിപ്പിക്കുകയാണോ? പാട്ടിന്റെ ശബ്ദം കേട്ടോ, മറുഭാഷകരുടെ ശബ്ദം കേട്ടോ, പ്രസിന്റെ മെച്ചം കൊണ്ടോ, അവൻ ഇരിപ്പോ ഒന്നും കണ്ടല്ല, അകത്തിന്ന് വരുന്ന കേൾക്കുമ്പോൾ അറിയാ ഞാൻ നീ ആത്മീയനാണോന്ന്. നിന്റെ അകത്ത് എന്റെതാന്ന് അറിയും. 3 മണിക്കൂർ കൊണ്ടല്ല, 21 മണിക്കൂറത്തെ അറിയണം. മിണ്ടുന്നില്ല. 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാം ആത്മീയനാണോ ഇല്ലയോ. എന്തുകൊണ്ട് വിശേഷം? സൗഖ്യമാണല്ലോ, സഭയൊക്കെ നന്നായിട്ട് പോകുന്നില്ല, കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിച്ചോ, എന്തുകൊണ്ട് വിഷയം? ഇതൊക്കെ ആത്മീയരുടെ. അല്ലാതെ നമ്മൾ മറ്റേ കാര്യം അറിഞ്ഞായിരുന്നു, മറ്റേ കാര്യം ഞാൻ മൊത്തം അറിഞ്ഞില്ല. നേരത്തെ പോകുന്നതുകൊണ്ടൊന്നും അറിയാൻ എന്നെ നിർത്തിയാക്കാതായിരിക്കും നല്ലത്. ദൈവത്തിന് മഹത്വം. അകത്ത് നിന്ന് വരുന്ന കേൾക്കുമ്പോൾ അറിയാം അകത്ത് എന്നതായിരിക്കുന്നതാണ്. ഇല്ലേ? ഇപ്പൊ നമ്മൾ നല്ല വീട്ടിൽ വന്ന് ബെല്ലടിച്ചു, അകത്തുനിന്ന് വരുമ്പോൾ അറിയാം ഇതിനകത്ത് ആരാണ്. സ്തോത്രം. ഹൃദയത്തിനകത്ത് നിന്ന്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ വിശേഷത, യഹോവയുടെ വചനം തികവുള്ളത്, അത് അല്പബുദ്ധിയെ. അടുത്തത് ഇതെല്ലാം നേരുള്ളവ, ഇവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോ സന്തോഷിക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അങ്ങനെ ദൈവവചനം ആര് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. അത് ഭയങ്കര സന്തോഷമാണ്. ചിലക്ക് ഇത് കേൾക്കുമ്പോ മുഖമല്ല അങ്ങ് വീർക്കും. മുഖം അങ്ങ് വീർക്കും. ഇത് കഴിയുമ്പോ ഭയങ്കര ചിരി, ആനന്ദം, മേളാൻ പോവാം. അതിനെ കേൾക്കുമ്പോ സന്തോഷിക്കണം, ആസ്വദിക്കണം, അതിൽ തന്നെ രസിക്കണം. സ്തോത്രം. അപ്പൊ ഇവിടെ വായിക്കുന്നത് സന്തോഷമാണ്. അടുത്തത് യഹോവയുടെ കൽപ്പന വളരെ നിർമ്മലമായ കൽപ്പനകളാണ്. പിന്നെ ഇത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് എന്നേക്കും. യഹോവ ഭക്തി അത് എന്നേക്കും. പ്രാർത്ഥനയ്ക്ക് വരുമ്പോ മാത്രമല്ല ഭക്തി, പ്രാർത്ഥനയ്ക്ക് വരുമ്പോ മാത്രമല്ല, അന്നേരത്തെ ആ ഇരിപ്പും കണ്ണ് മേളിലും കണ്ണിങ്ങനെ മറഞ്ഞു പോവുകയും ഇല്ല മാല കണ്ണടക്കുകയും ആ കൈ മലത്തുകയും, ഇത് കഴിഞ്ഞു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ മഹത്വം. ഞാൻ നിർത്തുക. ഒരു കാര്യം, ആ 14-ാം വാക്യം കൂടെ വായിച്ചേ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമായിരിക്കും. ഞാനൊരു കാര്യം പറയാം, മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കും. പക്ഷെ അതല്ല വിഷയം. ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം പ്രസാദിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം, കറതീർന്ന വചനം, മായം ചേർക്കാതെ കൂട്ടി ചേർക്കാതെ ഉള്ളതുപോലെ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദമാണ്. എന്റെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ പ്രിയരെ, ഞാന് എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ നാവിന്ന് വരരുത്, ഒന്നും വരരുത്. സ്തോത്രം. ഒന്നും വരരുത്. നാവിന് കടിഞ്ഞാണിടണം. സ്തോത്രം. അങ്ങനെ നാവിന് കടിഞ്ഞാണ്. ചെല്ല് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ അവസാനം കിടന്ന് തപ്പുക, കിടന്ന് വിഷമിക്കുക, കിടന്ന് വായി വരുന്നതെല്ലാം വിളിച്ചു പോയി. സ്നേഹിച്ചിരിക്കുമ്പോ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുവേ, പറയേണ്ടതും പറയരുതാത്തതല്ല. ഇവര് തമ്മിൽ തെന്നുമ്പോൾ മുഴുവൻ വിളിച്ചു പോകും. അപ്പൊ ചെയ്യേണ്ട കാര്യം, സ്നേഹിച്ചിരിക്കുമ്പോഴും എപ്പോഴും സ്നേഹിച്ചായിരിക്കേണ്ടത്, സ്നേഹിച്ചിരിക്കുമ്പോഴും ആവശ്യമില്ലാത്തതൊന്നും വായിന്ന് വരരുത്. ഇത് സ്നേഹിച്ചിരിക്കുമ്പോൾ അവരുടെ കുറ്റോ ഇവരുടെ കുറ്റോ, അപ്പുറത്തുകാരുടെ ഇപ്പുറത്തുകാരുടെ അപ്പിടി ഇപ്പിടി എല്ലാം പറഞ്ഞ് ഇച്ഛ പിഴയ്ക്കുമ്പോൾ അതിന് പിന്നെ എന്നാന്നറിയോ,
എല്ലാവരും യോഗത്തിന് വരുന്നുണ്ടോ? ചിലപ്പോൾ കാണും, ഇവരുടനെ ഇല്ല. നമ്മൾ വേറെ വെട്ട് കെട്ടിപ്പോവാ. എനിക്ക് ഒത്തിരി പേരറിയാം വെട്ട് കെട്ടിപ്പോ. പേടി എന്നാന്നറിയാം, ചോദിക്കുമോന്ന്. ഞാനന്ന് ചോദിക്കാതിരിക്കുക, പക്ഷെ ഒറ്റയ്ക്ക് ചോദിക്കത്തില്ല, എല്ലാവരോടും ഒന്നിച്ചിരിക്കുമ്പോഴേ ഞാനും ഇങ്ങനെ അവസരം നോക്കിയിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഒറ്റയ്ക്കിരിക്കുമ്പോഴും പെട്ടക്കിരിക്കുമ്പോഴും കൂടി വരുമ്പോഴൊക്കെ പറഞ്ഞതെല്ലാം സ്തോത്രം, സ്തോത്രം. വായിലെ വാക്കെല്ലാം ശ്രദ്ധിക്കണം. എന്റെ നിങ്ങളുടെ എല്ലാം കൂട്ടുവിശ്വാസികളെ പറ്റി, ഒരാളെ പറ്റി വേറൊരാളോട് യാതൊന്നും ആവശ്യമില്ലാത്തത് പറയരുത്. ഞാനും, നിങ്ങൾ മാത്രമല്ല ഞാനും. രണ്ട്, പറഞ്ഞതാണെങ്കിൽ പടലി പോകുന്ന കേസാണെന്ന് പറയണം, ഞാനത് പറഞ്ഞതാ. ക്ഷമ ചോദിക്കേണ്ടതാന്ന് ക്ഷമയും ചോദിക്കണം. മേലിൽ ആവർത്തിക്കുകയും ചെയ്യരുത്. ഇതുള്ള നാശമെല്ലാം ഒപ്പിച്ച ഇപ്പൊ കടന്ന് വട്ടക്കൊട്ട വെള്ളം കോരുക. വട്ടക്കൊട്ട വെള്ളം കോരി അവിടെ നിൽക്കുവോ? ചിലരെ ചായയും കാപ്പിയും കൊടുത്ത് ചകത്തിരിക്കുന്നതല്ല, ചായ ഇവിടെ തരട്ടെ, മറ്റേ കാര്യത്തുവായി എന്നാ ഈ പൊട്ടൻ ചായ ഒന്നേ ചായ കുടിക്കാതിരിക്കണം അവിടുന്ന്, അല്ലെ ചായ കുടിച്ചേച്ച് പോകണം. ആവശ്യമില്ലാത്തതല്ലോ ചില കണ്ണ് കാണിക്കും, പോകരുതെന്ന്. ഇത് കഴിഞ്ഞ് നമുക്ക് എന്നാ നിങ്ങൾക്കല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ. അതാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ കോഴി കട്ടവന്റെ തല. ഏത് വീട്ടിലും ഇരിക്കാം, എത്ര മണിക്കൂറും ഇരിക്കാം, എത്ര ദിവസവും ജീവിക്കാം. ഞാന് അവിടെ തിരുവല്ലായിലെ റിനിപാസ്റ്ററുടെ വീട്ടിലെ ഏതാണ്ട് എന്റെ ഓർമ്മ ശരിയായിട്ട് ഒരു 10-16 കൊല്ലം താമസിച്ചു. 16 കൊല്ലം ആ വീട്ടില്. ഒരു ചെറിയ ഇതുപോലൊരു ചെറിയ വീട്, 2 മുറി, ഒരു അടുക്കളയും, പിന്നെ കനാലിക്കൂടുമൊക്കെയാണ്. 2 പെൺകുട്ടികളുണ്ടായിരുന്നു ഇവിടെ, അനിതയും സുനിതയും. അവരെ അന്ന് വിവാഹം കഴിച്ചിട്ടില്ല. റെനി എന്റെ കൂട്ടുകാരനാണ്, നമ്മുടെ റെനി പാസ്റ്റർ ഇപ്പൊ മദ്രാസിലെ. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 16-15 കൊല്ലം ആ വീട്ടിൽ താമസിച്ചു. നിങ്ങൾ എപ്പോഴേലും പോയി ചോദ്യം, ഞാൻ മുഖാന്തരം ആ വീട്ടിലെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അവര് ചോദിച്ചു പോകണം. നല്ല പ്രാഗൽഭ്യമാണ്. ഒരു വീടല്ലേ, എന്തെല്ലാം കാര്യം കാണും. ആ വീട്ടിലെ കാര്യം ഒരു കുഞ്ഞുങ്ങളോട് ഞാൻ പറയത്തില്ല. ഇളയവളെ സുനിതയ്ക്ക് കല്യാണം ആലോചിക്കാൻ പോയത് അവിടെ മാമൂട്ടിലെ മണിച്ചായന്റെ മകൻ ബിജുവാണ്. അപ്പം ആ ബിജുവിന്റെ അനിയനാണ് കുഞ്ഞമ്മാമ്മയുടെ മൂത്ത മോളെ കെട്ടിയേക്കുന്നത്. ബിജുവിന്റെ അനിയന്, മൂത്തവന് മുണ്ടത്താനത്ത് കെട്ടി, രണ്ടാമത്തെ ബിജുവാണ് സുനിതയെ കെട്ടിയത്. അതിനുള്ളത് റോയിയാണ് കുഞ്ഞമ്മാമ്മയുടെ മോളെ കെട്ടിയത്. 4മത്തവന് ബിനു, അവനെ TPM-ലെ ഒരു സഹോദരിയെ വിവാഹം ചെയ്തു. ഇളയവനെ ജോജോ, അവനും വിവാഹം കഴിച്ചു. ഒരു പെണ്ണുണ്ട്, അവിടെ മദ്രാസില്ല. അപ്പൊ കല്യാണം ആലോചിക്കാൻ പോയി. അച്ഛൻ ഉഞ്ഞുട്ടിച്ചാനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം കാര്യോടെ പറഞ്ഞപ്പോ അമ്മാമ്മ പറഞ്ഞത്, മോൻ ഞാൻ പറയാം, വാക്കുറപ്പിക്കാം. ഞാൻ അവരുടെ കുടുംബത്തിൽപ്പെട്ടതല്ല, എന്നെ അമ്മാമ്മ പ്രസവിച്ചതല്ല, യാതൊരു ബന്ധവും ഇല്ല, ഒന്നുമില്ല. റെനി പറഞ്ഞു, പാസ്റ്റർ അല്ല അങ്ങനെ പറയാൻ കാര്യം. ഇപ്പോൾ ഞാൻ ചെല്ലാത്തതിലുള്ള പണക്കം ദൈവത്തിന് മഹത്വം. 16 വർഷം താമസിച്ചാണ് വീട്ടില്. അവസാനം ഞാൻ റെനിയുടെ കല്യാണമായപ്പോൾ ഞാനങ്ങ് വീട് മാറി. പരിമിതികളുണ്ടല്ലോ. കല്യാണം ആലോചിക്കാൻ പോയപ്പോഴും ഞാൻ മുണ്ടാക്കരുത് പുലിക്കുന്നില്ലേ പാക്കുമൊക്കെ പറഞ്ഞുറപ്പിച്ച ഞാനാണ്. ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാം വിധിക്കുന്നവരോട് ചോദിച്ചാൽ പറയും. അവസാനം കല്യാണത്തിന്റെ ഡേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞ അമ്മാനെ ഞാനിവിടെ നമ്മൾ മാറണം. അയ്യോ ഇല്ല മാറത്തില്ല, നമുക്ക് ഇപ്പോൾ ഒരു ചായ്പ് വെക്കാം വീടിനോട് ചേർന്ന്. എന്നാലും ഇത് ചേരാറ് 1-2 കൊല്ലമല്ല താമസിച്ചത്, 16 കൊല്ലം. എല്ലാവർക്കും ഒരു സ്തോത്രം. ആ വീട്ടിലെ ഒരു കാര്യം ഒരു കുഞ്ഞുങ്ങളോട് ഞാൻ പറയത്തില്ല. എന്നിട്ട് അവിടെ വലിയ ബോധം പോകണമെന്നല്ല, നല്ലതാണെങ്കിലും തീയതാണെങ്കിലും. എന്നെ കൂട്ടി വെച്ചൊരു കാര്യം ചോദിച്ചിട്ടില്ല, മോൻ എന്തിനാ അത് പറഞ്ഞത്, അല്ലെ അനീഷ് പാസ്റ്റർ എന്തിനാ അത് പറഞ്ഞത്, പ്രശ്നമായി.
അതുപോലെ തന്നെ ഞാൻ ദൈവകൃപയിൽ വന്നിട്ട് ഇത്രയും വർഷമായി എനിക്ക് ആരോടും അങ്ങനെ ക്ഷമ ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എനിക്കുള്ള ബന്ധങ്ങളെല്ലാം 10-30 വർഷമായ ബന്ധങ്ങളാണ്, 35 വർഷമായ ബന്ധങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് ചെന്ന് ചോദിച്ചു, ആദ്യത്തെ 1 കൊല്ലം എടുത്ത് തോളലും ഇടുന്നു, 2-ാം കൊല്ലം പുറത്തോട് താഴോട്ടാണ്, 4-ാമത്തെ കൊല്ലം അവന്റെ നെഞ്ചത്തോടെ പാണ്ടിലോട് കയറി. പാടില്ല. ഞാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഞാനിപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രായമുള്ളവരെ കാണാൻ കയറും. അയ്യോ വന്നോ എന്നാണ് ചോദിക്കുന്നത്. നിനക്കറിയാം വിടുകയല്ല, ഇന്നിവിടെ താമസിക്കും. എല്ലാം ഒത്തിരി ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ വാക്കുകൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ദൈവത്തിന് മഹത്വം. അവിടെ വായിക്കുക, എന്റെ ഹൃദയത്തിലെ ധ്യാനവും വായില് ശ്രദ്ധിക്കണം. ഒരു കാര്യം പറഞ്ഞ് നിർത്താം. 1-ാമത്തെ വാക്യത്തിൽ ആകാശം ദൈവത്തിന്റെ, ദൈവം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആകാശം ദൈവത്തിന്റെ എന്ന് പറഞ്ഞ 1-ാം വാക്യം വായിക്കുമ്പോ തോന്നും ഈ പറഞ്ഞ വ്യക്തിക്ക് ദൈവമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ആകാശം ദൈവത്തിന്റെ. പക്ഷേ ഒടുവിലത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനും. കണ്ടോ ബന്ധം വന്നത്? 1-ാമത്തെ വാക്യം ആകാശം ദൈവത്തിന്റെ, ബന്ധമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്, ആകാശം ദൈവത്തിന്റെ. പക്ഷേ 7-ാമത്തെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ വചനം ഗ്രഹിച്ച്, വചനം വിശ്വസിച്ച്, വചനം അനുഷ്ഠിച്ച്, വചനപ്രകാരം അങ്ങോട്ട് ജീവിച്ച്, അത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകെട്ടകിലും മധുരമുള്ള വചനത്തെ ഭയപ്പെട്ട് വചനത്തിൽ നിന്നപ്പോൾ ഒടുവിൽ പറയാ, എന്റെ പാറ, എന്റെ വീണ്ടെടുപ്പുകാരൻ. ഓ